നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അവിടെയാണ് നമുക്ക് മനസ്സിലായത് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും അല്പം എന്താണ് ഒരു പരിഹാസ രീതിയിലാണ് സംസാരിക്കുന്നത്. കേരളത്തിലെന്നല്ല ഒരു മനുഷ്യനും അവൻ ജീവിക്കുന്ന ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല, കാണില്ല. പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡും വളരെ കോൺട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും സാർ. അപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധ. പലപ്പോഴും അവരും നിസ്സഹായരാണ്. മുകളിൽ നിന്ന് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു അത് കണ്ണടച്ച് അത് പ്രാക്ടീസ് ചെയ്യുക എന്നതിനപ്പുറം ഒരു കെട്ടുകഥയായിട്ട് മാത്രമേ എനിക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. സാറേ അൽഹംദുലില്ലാ കഴിഞ്ഞ പ്രമേഹവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി എന്നുള്ളൊരു വലിയ സന്തോഷം. അപ്പോൾ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട. അതെ, ഓരോ ജില്ലയിലും വിവിധ പേരുകളിൽ ജലദോഷപ്പനിയെ വിളിച്ചു തുടങ്ങി. ഞാനിത് അല്പം എന്താണ് ഒരു പരിഹാസ രീതിയിലാണ് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല സാറേ, അക്യുപങ്ചർ പഠിക്കുന്നതിന് മുമ്പ് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ അന്ധമായി വിശ്വസിച്ച് ഭയപ്പെട്ടിരുന്ന ഒരാളാണ്. അതെ, കോവിഡിൻ്റെ സാഹചര്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സാർ അന്ന് ഗൂഗിൾ മീറ്റ് വെച്ചു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുന്ന അവസ്ഥയൊക്കെ നമ്മളോടൊക്കെ അക്യൂഷ്യൻസിനോടൊക്കെ സാറ് പറയുമ്പോഴും സത്യസന്ധമായി പറയാണ്, ആദ്യഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് നമ്മൾ ശീലിച്ച് വന്ന, നമ്മൾ കണ്ടുവന്ന പത്രമാധ്യമങ്ങളോടുള്ള ഒരു അന്ധമായ വിശ്വാസം അതിലുണ്ട് എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുന്നത്, ഒരു പ്രാവശ്യം ഒരബദ്ധം ഒരാൾക്ക് പറ്റിയാൽ വീണ്ടും അതേ അബദ്ധം ആവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു അബദ്ധം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡ് ഒരു മഹാമാരിയാണെന്ന് പറഞ്ഞ് ആളുകൾ ഭയപ്പെടുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ചികിത്സാ ബോധം ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു എന്താ പറയുക, വൈറസിന് ഒരു സമൂഹത്തെ മുഴുവൻ തുടച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഭയങ്കര മഹാമാരിയായി ഇവിടെ ഒരു പ്രഹരം ഏൽപ്പിക്കും എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥയായിട്ട് മാത്രമേ എനിക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് പോലും ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ജലദോഷപ്പനി, ഇപ്പോൾ സാധാരണ ജലദോഷങ്ങളൊക്കെ തന്നെ വൈറസ് ഉണ്ടാക്കുന്നവയാണ്, അതുപോലത്തെ ഒരു ജലദോഷപ്പനിയായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഒരു മഹാമാരിയായി കണ്ട് ആ രോഗത്തിൻ്റെ പോസിറ്റിവിറ്റി കാണുമ്പോഴേക്ക് ഭയപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ജില്ലയിലോ അല്ലെങ്കിൽ നിങ്ങളെ താലൂക്കിലോ അങ്ങേയറ്റത്ത് ഒരാൾക്ക് കോവിഡ് വന്ന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങേയറ്റത്ത് കിടന്ന് വിറക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സാധാരണ കാര്യം മാത്രമാണത് പറയുമ്പോൾ. ഓക്കെ, പക്ഷെ നമ്മുടെ മുമ്പിൽ അന്ന് കണ്ടിരുന്നത് കുറേ വാർത്തകളാണ്. വാർത്തകളിൽ കുറേ വീഡിയോസ്, അതൊക്കെ പിന്നീടാണ് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അന്ന് കാണുന്ന സമയത്ത് ചൈനയിൽ കോവിഡ് ബാധിച്ച ആളുകളെയൊക്കെ ഒരു ഫ്ലാറ്റിനുള്ളിൽ തന്നെ ഇട്ട് ലോക്ക് ചെയ്ത് അവർ മരിക്കുന്നത് വരെയും പുറം ലോകവുമായി ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല. അല്ല, പക്ഷേ അന്ന് നമ്മൾ കാണുമ്പോൾ അന്ധമായി വിശ്വസിക്കുകയും നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന പല പത്രമാധ്യമങ്ങളിലൂടെ അല്ലെ വാർത്താ ചാനലുകളിലൂടെയാണ് ഇത്തരം ന്യൂസുകൾ സ്പ്രെഡായത്. അപ്പോൾ നമ്മൾക്ക് പിന്നീട് സാറ് അൽഹംദുലില്ലാ ഇത്രയും വർഷത്തെ ചികിത്സ അനുഭവങ്ങളും അല്ലെങ്കിൽ ലോകത്തെ ഈ ഒരു വ്യൂവിൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ടാകും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഞാൻ എഞ്ചിനീയർ എന്നാണ് എന്നെ പരിചയപ്പെടുത്തുക. ഒരു എഞ്ചിനീയർ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ച ഒരാളാണ്. എഞ്ചിനീയേഴ്സ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റേത് മേഖലയിലോ അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ഈ പ്രൊഫഷണൽസൊക്കെ തന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ സൈഡിലുണ്ടാകുന്ന ഡൗട്ട് ക്ലാരിഫിക്കേഷന് ഓൺലൈൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു തരത്തിലും ഒരു റീതിങ്കിങ്ങിന് ആവശ്യമില്ലാത്ത രൂപത്തിൽ പെർഫെക്റ്റ് ആയിരിക്കും. ആ രൂപത്തിലാണ് ഏതാണ്ട് നിങ്ങൾ ഏത് ഏവിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് ആയിക്കോട്ടെ, മറ്റേത് മേഖലയിൽ നിങ്ങൾക്കൊരു ഒരു പ്രൊഫഷണൽ ഇൻഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രൊഫഷണൽ ഇൻഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡും വളരെ കോൺട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും. സാറ് പറഞ്ഞു വരുന്നത്, അതായത് മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള സാങ്കേതികമായി നമ്മൾ ഓൺലൈൻ സഹായം തേടുമ്പോൾ മനുഷ്യനിർമ്മിത വസ്തുക്കളെക്കുറിച്ചും മനുഷ്യന് കൃത്യമായി പറയാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷേ ശരീരം എന്നുള്ളത് മനുഷ്യനിർമ്മിത ഒരു സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മെഡിക്കൽ ഇൻഫർമേഷൻസ് പലപ്പോഴും ഏതോ ഒരു ഭയപ്പെടുത്തലിന് മാത്രം ഉള്ള ഒരു ഓൺലൈൻ സംവിധാനമാണ് നമുക്കിന്ന് അവൈലബിൾ. അത് വേറൊന്നുമല്ല, സാധാരണഗതിയിൽ ഒരു രോഗവിഷയത്തിൽ ഒരു ചികിത്സക്ക് നിങ്ങളിപ്പോൾ ഒരു കുപ്പായം വാങ്ങണം, കാറ് വാങ്ങണം, മൊബൈൽ വാങ്ങണം, എന്ത് സാധനം ഒരു കൺസ്യൂമർ
ആംഗിൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഒരു ആകർഷണീയ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം. അതെ. അട്രാക്ഷൻ അത് ആരും വാങ്ങാൻ പോകുന്നില്ല. അതെ അതെ എന്നതുപോലെ നിങ്ങൾ സർജറി നടത്തിക്കോളൂ, നിങ്ങൾക്ക് വളരെ സുഖം ഉണ്ടാകും എന്ന് അട്രാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ചെയ്യാൻ പറ്റില്ല. അവിടെ ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് അതെ അതെ yes. ഒരു വ്യക്തി സർജറിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രൊസീജിയറിന് വില്ലിങ് ആവുള്ളൂ. അതെ അതെ അപ്പം ഭയപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ ചികിത്സയുടെ ഒരു ബേസിക് ടൂൾ എന്ന് സാറേ. ഈ കോവിഡിൻ്റെ കാര്യം അന്ന് പറയുന്ന സമയത്ത് ചൈനയിൽ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷമൊക്കെ കാണിച്ചിട്ട് കേരളത്തിൽ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നു, മുഖ്യമന്ത്രി വാർത്താ ചാനലിൽ പറയുന്നു. പിന്നീട് ഓരോ സ്ഥലത്തും കേരളത്തിൽ ഓരോ ജില്ലയിലും ബാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സാറിൻ്റെ അടുക്കൽ അൽഹംദുലില്ലാ പഠിക്കാൻ അവസരം കിട്ടി. നമ്മൾ ആ ആംഗിളിലൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. സാറ് ക്ലാസ്സിൽ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, അക്യുപങ്ക്ചർ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ, നിങ്ങളൊന്ന് വീക്ഷിച്ച് നോക്കൂ. സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് അംഗീകരിക്കൂ, പ്രചരിപ്പിക്കൂ. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏതൊരു വ്യക്തിയും ഒരു കാര്യത്തിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത് ഒബ്സർവ് ചെയ്ത് വിശ്വസിക്കുന്നെങ്കിൽ അയാൾക്ക് അത് മാറ്റി പറയേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയം ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ വലിയ എന്താ വെച്ചാല് പാല് അതിന്റെ സ്വഭാവം, രുചി, അല്ലെങ്കിൽ എന്ത് രുചി, ചെറുനാരങ്ങ അതിന്റെ മണം, അതിന്റെ രുചി, ഇത് വെറുതെ പാഠപുസ്തകം എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. അത് മണത്ത് രുചിച്ച് അതിനെ അനുഭവിച്ചറിഞ്ഞാൽ, ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അല്ലേ. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പുസ്തകത്തിൽ വായിച്ച് പഠിച്ച ഒരു കാര്യമില്ല. അപ്പൊ അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതന്നെ പറയാം. ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കണ്ട, ഇപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ആരും ഇത് വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് കൃത്യമായി ശ്രദ്ധിച്ചു നോക്കൂ. ജലദോഷപ്പനി അന്നുണ്ട്, ഇന്നുണ്ട്, ഇനിയുണ്ട്. അപ്പോ മണവും രുചിയും പോകുന്ന മണവും രുചിയും അന്നും പോകും ഇന്നും പോകും. കാരണം മണവും രുചിയും കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ മണം പോകും, കൂടെ രുചിയും പോകും. പിന്നെ എപ്പോഴാ വരിക? ആ പനി മാറുമ്പോഴേക്കും പണ്ട് കാലത്തെ ഉള്ളതാണ്. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ശ്രദ്ധ മണം പോയി, രുചി പോയി എന്നുള്ള വലിയ സംഭവം പോലെ പറയുമ്പോൾ അന്ന് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലും കണ്ടാലോ ഒന്ന് പിച്ചിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് മണത്തി നോക്കൂ ഇടയ്ക്കിടയ്ക്ക്. കാരണം പത്രമാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളുടെ മണവും രുചിയും പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധ വരികയും ഒരാകെ ആശങ്ക. സാറ് പഠിപ്പിച്ച രീതിയിൽ ഒരു ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സത്യം ബോധ്യപ്പെട്ടു. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നിന്നും സ്വീഡനിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ കുഴഞ്ഞു വീണ് പെട്ടെന്നുള്ള കോവിഡ് മരണങ്ങൾ എന്ന് പെടച്ചു വീഴുന്ന മരണങ്ങളൊന്നും കേരളത്തിലെന്നല്ല ഒരു മനുഷ്യനും അവൻ ജീവിക്കുന്ന ഒരു സ്ഥലത്തും കാണില്ല. അവിടെയാണ് നമുക്ക് മനസ്സിലായത് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും മനുഷ്യരാശിയെ ഒരു ഭയപ്പെടുത്തി, അനാവശ്യമായ ഒരു ഭയപ്പെടലിൽ കുടുങ്ങിപ്പോയി. എത്രത്തോളം നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളിൽ പോലും വലിയ വലിയ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും അവരും നിസ്സഹായരാണ്. മുകളിൽ നിന്ന് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു അത് കണ്ണടച്ച് അത് പ്രാക്ടീസ് ചെയ്യുക എന്നതിനപ്പുറം പലപ്പോഴും അവർക്കും അവരുടെ ഒരു സ്വതന്ത്രമായി ഒബ്സർവ് ചെയ്യാൻ അവർക്കും അവസരം കിട്ടുന്നില്ല. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അക്യൂഷ്യൻസ് വളരെ അഭിമാനം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഘട്ടത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ ശുദ്ധവായു ആണ് ശ്വസിക്കേണ്ടത്, പുറത്തേക്ക് വിടുന്നതെല്ലാം മാലിന്യമാണ്. അപ്പോൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഉപയോഗം ശരീരത്തിന് അപകടമാണെന്ന് അന്ന് അക്യൂഷ്യൻസാണ് പറഞ്ഞത്. ഓരോ ജംഗ്ഷനുകളിലും മൈക്ക് കെട്ടി അന്ന് പോലീസുകാരെ ഉൾപ്പെടെ ആ ഒരു സത്യമായ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് അക്യൂഷിൽ പഠിച്ചിറങ്ങിയ അക്യുപങ്ക്ചർ ചികിത്സകർ അന്ന് മുന്നിട്ടിറങ്ങി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു മഴക്കാലം നല്ല മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പലതരത്തിൽ കഫ സംബന്ധമായ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നാച്ചുറലായ ഒരു ഫിനോമിനയായി മാത്രം കാണുന്ന ഒരു സമൂഹമായി ഇന്ന് കേരളം മാറി. അപ്പോൾ വലിയ ഭയപ്പെടുത്തലുകൾ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരം ഭയപ്പെടലിൽ പഴയതുപോലെ കുടുങ്ങുന്നില്ല എന്ന് സാധാരണക്കാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാമൂഹിക പരിവർത്തനം മാഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷമാണ്. മാസീവായിട്ടുള്ളൊരു ഭയപ്പെടുത്തൽ അന്നുള്ളത് പോലെ ഇപ്പോൾ ഇല്ല. അന്ന് ഒരു വലിയ ടിവിയും അതുപോലെ പത്രമാധ്യമങ്ങളും മാത്രമല്ല, സമൂഹം മുഴുവൻ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തകരായിക്കോട്ടെ, മതപ്രവർത്തകരായിക്കോട്ടെ, സാംസ്കാരികരായിക്കോട്ടെ, ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ ഓർഗനൈസേഷൻസ് ഉണ്ടോ മുഴുവൻ ഓർഗനൈസേഷനും ഈ ഒരു മഹാമാരിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ എനിക്ക് എങ്ങനെ പങ്കെടുക്കാൻ കഴിയും, നമുക്ക് എന്ത് പങ്കുവയ്ക്കാൻ കഴിയും എന്ന് മത്സരിക്കുകയായിരുന്നു. ജനങ്ങളെ ഭയപ്പെടുത്താൻ മത്സരിക്കുകയായിരുന്നു അവരൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ കാര്യം തന്നെ പറഞ്ഞാലും അവരും നിസ്സഹായരാണ്.
മുകളിലാണല്ലോ. മുകളിൽ നിന്ന് എന്ത് പറയുന്നു ആ നിർദ്ദേശം പാലിക്കുക. പക്ഷേ അലോപ്പതിക്കകത്തുള്ള അലോപ്പതി ഡോക്ടേഴ്സിൽ പെട്ട ആളുകൾ പോലും അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാൻ തയ്യാറായതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാറിൻ്റെ അടുത്ത സുഹൃത്തായ ഒരു അലോപ്പതി ഡോക്ടർ ആ സമയത്ത് സംഘമായിക്കൊണ്ട് പല സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യുകയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അലോപ്പതി ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ കോവിഡ് എന്താണെന്നും അതൊരു ജലദോഷപ്പനിയാണെന്നും അന്ന് വ്യക്തമായിരുന്നല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്ക് പോലും തുറന്നന്ന് പറയാൻ സാഹചര്യം കിട്ടാതിരുന്നപ്പോഴും അക്യുപങ്ചർ പഠിച്ച് ശരീരത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളുകൾ അന്ന് സമൂഹത്തിലെ ഓരോ ഭാഗങ്ങളിലും കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഒരു അറിവിൻ്റെ പടച്ചോൻ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പലതരത്തിൽ അസ്വസ്ഥതകളും അസുഖങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരുപാട് ആളുകൾ പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അക്യുഷിൽ പഠിച്ച അല്ലെങ്കിൽ അക്യുപങ്ചറിസ്റ്റുകൾ ധാരാളമുള്ള ഈ കാലത്ത് ഒരു മരുന്നില്ലാതെ ആളുകൾ ഇത്തരം അസുഖങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ശീലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ജലദോഷം വന്നാൽ നമ്മൾ ആഹാരം ഒന്ന് ക്രമീകരിച്ച് വിശപ്പുണ്ടാവില്ല. അപ്പോൾ ആഹാരം കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ മാത്രം. ഇപ്പോൾ നല്ല തണുപ്പാണെങ്കിൽ നല്ല ചൂടുള്ള കഞ്ഞിയും അച്ചാറും മാത്രം അല്പം കഴിച്ച് നല്ല റെസ്റ്റ് എടുത്ത് നല്ല മഴക്കാലമായത് നല്ല പുതച്ച് കിടന്ന് അങ്ങനെ അങ്ങനെ 2 ദിവസം 3 ദിവസം പനി മാറുകയാണ്. ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾ മെല്ലെ പരിശീലിച്ച് തുടങ്ങേണ്ടതുണ്ട്. ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇതിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തന്നെ ഭയം നൽകുന്നതിന് പകരം ആശ്വാസം, സമാധാനം, ഒന്നുമില്ല മോനെ ഇത് മാറിക്കൊള്ളാം, ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കുറേ ആളുകൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം മനസ്സിലാക്കണം. കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ 3 ദിവസം 5 ദിവസം 7 ദിവസം 9 ദിവസം എന്ന് പറഞ്ഞ പോലെ ഒരു 7 ദിവസം പനിച്ച് മാറേണ്ട ഒരു പനിയാണെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറെ കാണിച്ചാലും ഏത് മരുന്ന് കഴിച്ചാലും അത് ആ സമയത്തെ പനി മാറുള്ളൂ. അപ്പോൾ ആ സമയം വരെ കാത്തിരിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഓടിക്കിടന്ന് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ഏത് വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും ആ സമയം എടുക്കും. അല്ലാതെ ആർക്കൊന്നും പറയാൻ കഴിയില്ല. അല്ല, ഒരു പൊതു ബോധത്തിലേക്ക് ചില ആളുകളെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ട് സാർ. അതായത് അക്യുപങ്ചർ ചികിത്സയിൽ ഒറ്റ ദിവസം കൊണ്ട് പനി മാറിയ അനുഭവങ്ങളുണ്ട്, 2 ദിവസം കൊണ്ട് പനി മാറിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരാഴ്ച ഇപ്പോൾ അലോപ്പതിയിൽ പോയി മരുന്നുകൾ കഴിക്കുന്ന ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് പനി മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർ പറയുന്നത്. അലോപ്പതിയിൽ പോയതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് മാറി. ഇത് വേറെ ഏതെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ദൈർഘ്യമുള്ളതായേനെ. ഇപ്പം അക്യുപങ്ചർ ചികിത്സ ഒരാൾക്ക് 3 ദിവസം കൊണ്ട് പനി മാറിയാൽ ഒരു നറേറ്റീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അക്യുപങ്ചറിലായതുകൊണ്ടാണ് 3 ദിവസം എടുത്തത്. അതൊരു അലോപ്പതിയിലൊന്ന് കൊണ്ട് കാണിച്ചിരുന്ന ചിലപ്പോൾ 1 ദിവസം കൊണ്ട് മാറിയേനെ. അതായത് ഒരു കമ്പയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു തെളിയിക്കാൻ പറ്റാത്തൊരു വിഷയത്തെക്കുറിച്ച് അലോപ്പതിയിൽ പോയാൽ പെട്ടെന്ന് മാറും, നാടൻ ചികിത്സകളിൽ പതുക്കെ മാറും, അങ്ങനെ ഒരു നെറേറ്റീവ് ചിലരിലെങ്കിലും ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അഭിപ്രായം ഉണ്ടാവുന്നതാണത്. അതെ, അഭിപ്രായത്തിൽ വലിയ കഴമ്പുണ്ടോ എന്ന് വേറെ അന്വേഷിക്കണം. തീർച്ചയായിട്ടും പല ആൾക്ക് പല അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത്രേ ഉള്ളൂ. ഒരാൾക്ക് പനി വന്നാൽ അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങളിൽ പെട്ട എന്ത് രോഗം വന്നാലും പ്രത്യേകം നമുക്കറിയാം, ജലദോഷം ആയിക്കോട്ടെ, മൂക്കുന്നുരിപ്പ് ആയിക്കോട്ടെ, ചുമയായിക്കോട്ടെ, തുമ്മലായിക്കോട്ടെ, ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് വരുന്ന കാര്യമാണ്. ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുന്നതിന് പകരം നമ്മൾ അതിനെങ്ങനെയാണ് ആഹാരം ക്രമീകരിച്ചുകൊണ്ട് വളരെ അല്പം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് വിശ്രമം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിക്കുന്ന ആഹാരങ്ങളിൽ ഏത് രീതിയിൽ ആഹാരമാണോ അത് ഏറ്റവും ഉത്തമമായത് അതിനെ നിരീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വളരെ ചൂസി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ ഈ സമയം മാനേജ് ചെയ്യാൻ ജനങ്ങൾ പഠിക്കുകയാണെങ്കിൽ വലിയ സൗകര്യമായിരിക്കും. വലിയൊരു എന്ന് വെച്ചാൽ നമുക്കൊരു ഭയമില്ലാതെ സുഖമായിട്ട് ആ ഒരു സമയം നമുക്കിങ്ങനെ തരണം ചെയ്ത് കവർ ചെയ്ത് പോകാൻ കഴിയും. അതിന് പകരം കുറേ ഭയപ്പെടുത്തൽ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സാറേ, കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്താണ് കൂടുതൽ പേരൻസ് പ്രയാസപ്പെടാറുള്ളത്. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ സാറോട്, നമ്മുടെ ഓഡിയൻസിനോട്, അതായത് കുട്ടികളുടെ വിഷയത്തിൽ നമ്മൾ അവരുടെ ഭക്ഷണ ക്രമീകരണം, അവരുടെ വിശപ്പ് ഈ അസുഖ സമയത്ത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവർക്ക് അക്യുപങ്ചർ ചികിത്സ ഏത് തരത്തിലായിരിക്കും, ഈ സൂചി കുട്ടികൾക്ക് പൊതുവെ പേടിയുണ്ടാവും. അപ്പം അത്തരം വിഷയങ്ങളിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല,
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, പനി വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയായിക്കോട്ടെ, മുതിർന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൃദ്ധനായിക്കോട്ടെ, ഏത് പ്രായത്തിലായിക്കോട്ടെ, വിശപ്പ് വളരെ കുറവായിരിക്കും. സാധാരണ കഴിക്കുന്ന അത്രയും ആഹാരം ആവശ്യമില്ല. അത് ദഹിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ അതിന് സന്നദ്ധമല്ലാത്തൊരു സാഹചര്യത്തിൽ പനി എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആഹാരം വളരെ കുറച്ച്, അപ്പോൾ ഒരുപാട് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല വിശ്രമിച്ച്, ആ പനി മാറുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, പനിയുടെ കൂടെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകും, തലവേദന, കാലുവേദന, വയറുവേദന, പുറം വേദന, ചുമത്തുമൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടിനെ കൃത്യമായി ചികിത്സിച്ച് ആഹാരം ക്രമീകരിച്ച് ഈ രീതിയിലൊന്ന് മാനേജ് ചെയ്യാന്നൊക്കെ നോക്കിയാൽ ഏത് പനിയും മാറും. അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അവർ ഒരുപാട് ആഹാരം കഴിക്കാൻ നോക്കരുത്. തണുപ്പ് കാലത്താണെങ്കിൽ എരിവുള്ള ആഹാരം കഴിക്കാൻ താല്പര്യം ഉണ്ടാവാം. അപ്പോൾ കുറച്ച് എരിവുള്ളതാവാം, പക്ഷെ കുറച്ച് എന്ന് വെച്ചാൽ നമുക്ക് സൂപ്പ് പോലെയോ അല്ലെങ്കിൽ കഞ്ഞിയിൽ തന്നെ എരിവുള്ള അച്ചാറോ അല്ലെങ്കിൽ അതേപോലുള്ള സംഗതികളൊക്കെ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിച്ച് നന്നായി പൊതച്ച് കിടക്കുക. നല്ല തണുപ്പല്ലേ, നന്നായി പൊതച്ച് കിടക്കുക. പൊതച്ച് കൊണ്ടൊന്ന് വേർത്താൽ നന്നായിരിക്കും. ആ സമയത്ത് പലരും എന്താ പറയുക, കുളിക്കാൻ നോക്കുന്ന അത്ര നല്ല കാര്യമല്ല. കാരണം ഈ നല്ല മഴയത്ത്, നല്ല വേനൽക്കാലത്തുള്ള പനിക്ക് കുളിച്ചാൽ നല്ലതാണ്. ഈ തണുപ്പ് കാലത്തുള്ള മഴയുള്ള ഈ സമയത്തുള്ള പനി കൊണ്ട് കുളിരുന്ന സമയത്തും നമുക്ക് അങ്ങനെ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന അത്ര ഗുണകരമായിക്കൊള്ളുന്നില്ല. പക്ഷെ അതേസമയത്ത് പൊതച്ച് കിടന്നിട്ട് ആ പനിയുടെ ആ സമയം, ആ പ്രയാസം മാറുന്നവരെ ആ പ്രയാസങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ നീഡിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് അക്യുപഞ്ചർ പോയിന്റ് ടച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ചികിത്സിച്ചാൽ മതി. മുതിർന്നവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. ഞാൻ മുതിർന്നവർക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് ഉപയോഗപ്പെടുത്തുക. അക്യുപഞ്ചർ എന്ന് കേൾക്കുമ്പോഴേക്കാളുള്ളിൽ സൂചി ഇറക്കി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കും. എങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ തന്നെ ശരി. അക്യുപഞ്ചർ ടച്ച് ചെയ്യുന്നവരെങ്കിൽ നീഡിൽ ചെയ്യുന്നു. അത് കുട്ടികൾക്കാണെങ്കിൽ ടച്ചാണ് ഏറ്റവും സൗകര്യം. കാരണം കുട്ടികൾക്ക് ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ ഭയപ്പെടാതെ ജനങ്ങളെ സമീപിക്കാൻ, ഈ രോഗചികിത്സയെ സമീപിക്കാൻ വലിയ പ്രയോജനം ചെയ്യും. തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.